നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലാണ് ചർച്ചകൾ നടന്നത്. നൈജീരിയയിൽ കഴിഞ്ഞ മാസം ഉണ്ടായ പ്രളയത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 20 ടൺ അവശ്യ സാധനങ്ങൾ അയക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. മൂന്നാം തവണ അധികാരമേറ്റതിനു ശേഷം നൈജീരിയയിലെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. नाइजीरिया की पहली बार G20 समिट में गेस्ट कंट्री के रूप में जुड़ा और ये सौभाग्य हमको मिला और हमने मिलकर अफ्रीकन यूनियन को G20 की स्थायी सदस्यता दी। ये मेरे हिसाब से बड़ा ऐतिहासिक काम हुआ है। इंटरनेशनल डेस्किൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നൈജീരിയൻ പ്രസിഡന്റുമായി നിർണായകമായ ചർച്ചകൾ നടന്നിരിക്കുന്നു. നിർണായകമായ ധാരണാപത്രങ്ങളിൽ ഭാരതം ഒപ്പുവച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ നൈജീരിയയിലെ പ്രളയക്കെടുതിയിൽ ഇരയായവർക്ക് അല്ലെങ്കിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കൊരു കൈസഹായം, വളരെയധികം ഒരു കരുതലായി ഭാരതം മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, പ്രധാനമന്ത്രി ഭാരതം ഒരു കാവലായി മാറുന്നു അല്ലെങ്കിൽ ഒരു കരുതൽ നൽകുന്നു എന്ന് അറിയിച്ചതിന് പുറമെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം കൂടിയാണ്. അതായത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു അവാർഡിനെ തന്നെ തിരഞ്ഞെടുത്തതിൽ നന്ദി അറിയിക്കുന്നതായി പറഞ്ഞിരുന്നു. ജീകോൺ അവാർഡ് എന്ന് പറയുന്ന പേരിൽ നൽകുന്ന ഈ അവാർഡ് ഇതിന് മുൻപ് അതായത് ഒരു അന്താരാഷ്ട്ര വ്യക്തിക്ക്, ഒരു വിദേശ വ്യക്തിക്ക് നൽകിയിരിക്കുന്നത് എലിസബത്ത് രാജ്ഞിക്ക് മാത്രമാണ്. അത് 1969 അതായത് നൈജീരിയ സ്വതന്ത്രയായി 9 വർഷത്തിന് ശേഷം മാത്രമാണ് അവർക്ക് എലിസബത്ത് രാജ്ഞിക്ക് നൽകിയിരിക്കുന്നത്. അത് രണ്ടാമതായി നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. മറ്റൊരു പ്രധാന വിഷയം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബോല അഹമ്മദ് ടിനുബുവുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പരിപാടി ഇന്ന് പ്രധാനമന്ത്രിക്ക് നൈജീരിയയിലുണ്ടായിരുന്നത്. ആ പരിപാടിക്ക് വളരെ കൃത്യമായി പരിപാടിക്കിടയിൽ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൻ്റെ നൈജീരിയയെ ചേർത്ത് പിടിക്കുന്ന, അതായത് ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ആ ഉത്തരവാദിത്വപൂർണ്ണമായ നിലപാടിനെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി അറിയിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ തവണ G20 സമ്മേളനം ഭാരതത്തിൽ നടന്നപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർത്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു സമീപനം ഭാരതം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളിൽ പ്രത്യേക ക്ഷണിതാവായി നൈജീരിയ എത്തുന്നു. അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ ഗ്ലോബൽ സൗത്തിനോടൊപ്പം നിൽക്കുന്നതിനെ സാധ്യമാക്കുന്നതിനെ നടത്തുന്നു എന്നതും പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഗൗരവമേറിയതുമായ വിഷയം കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ വൻ നാശനഷ്ടവും വലിയ കലാമിറ്റീസുമാണ്, വലിയ ദുരന്തങ്ങളുമാണ് നൈജീരിയയിലുണ്ടായത്. ആ ദുരന്തത്തിനൊരു കൈത്താങ്ങായി 20 ടണ്ണോളം ദുരിതാശ്വാസ സാമഗ്രികൾ, അത് പല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളായും അല്ലാതെ മരുന്നുകളായും എല്ലാം തന്നെ എത്തിച്ചു നൽകുകയാണ് എന്നും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ അവരെ ചേർത്ത് പിടിക്കുക, രാഷ്ട്രീയമായും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെ ഭാഗത്തായാലും മാനുഷികമായും നൈജീരിയയെ ചേർത്ത് പിടിക്കുന്നു എന്ന നിലപാടാണ് വളരെ കൃത്യമായി പ്രധാനമന്ത്രി അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, നിരവധി കാലങ്ങളായി നിരവധിയായ ധാരണകൾ, നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ 1958 മുതൽ നൈജീരിയയിൽ ഭാരതത്തിന് നയതന്ത്ര ഓഫീസുകളുണ്ട്. 1960 ആ രാജ്യം സ്വതന്ത്രയാകുന്നത്. അതായത് സ്വതന്ത്രയാകുന്നതിന് 2 വർഷം മുമ്പ് തന്നെ കൃത്യമായ നയതന്ത്ര ബന്ധം നൈജീരിയയുമായി ഭാരതം പുലർത്തിയിരുന്നു. അത്തരത്തിൽ കാലങ്ങളായുള്ള ചരിത്രപരമായൊരു ബന്ധമാണ് നൈജീരിയയുമായുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബന്ധം നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന കൃത്യമായ നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് നൈജീരിയ കാണുന്നതും. അതുതന്നെയാണ് ഇപ്പോൾ ജീകോൺ അവാർഡ് ഉൾപ്പെടെ, അതായത് നൈജീരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. പ്രസിഡന്റാണ് അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിച്ചത് എന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായി തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായും നൈജീരിയൻ സന്ദർശനം ഏറെ പ്രയോജനകരമായിരുന്നു. അത് നയതന്ത്ര ബന്ധം ഉറപ്പിക്കുന്നതിനും ഉഭയകക്ഷി കരാറുകൾ എത്തുന്നതിനും അതുപോലെ തന്നെ നൈജീരിയയുമായുള്ള സൗഹൃദം സ്ഥാപിക്കുന്നതിനും നൈജീരിയയോടൊപ്പം നിൽക്കുന്നതിനും ഗ്ലോബൽ സൗത്ത് അന്താരാഷ്ട്ര വേദികളിൽ നൈജീരിയയെ ചേർത്ത് പിടിക്കുന്നതുൾപ്പെടെ നിരവധിയായ കാര്യങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ ദിവസം തന്നെ നടത്താൻ സാധിക്കുന്നു എന്നതാണ് നൈജീരിയൻ സന്ദർശനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇന്ത്യൻ സമൂഹത്തെ കൂടി അഭിസംബോധന ചെയ്യുന്നതോടെ നൈജീരിയയിലെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അവസാനിക്കുകയും ബ്രസീലിലേക്ക് തിരിക്കുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാനാകുന്ന വിവരം. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.